Welcome you all to this Commerce Easy Learning. Calicut University കീഴിലുള്ള BCom BBA തേർഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോഡ്യൂൾ 3, 4, 5 ആൻഡ് 6. ആ മോഡ്യൂളിൽ 2 മാർക്സും 5 മാർക്സ് അതേപോലെ തന്നെ എസ്എ ടൈപ്പിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു പറയുന്ന വീഡിയോസിൽ മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണുക. അതിന് മുമ്പും വേറൊരു വീഡിയോസ് HRMൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെ 2 മാർക്സും 5 മാർക്സ് അതേപോലെ തന്നെ എസ്എ ടൈപ്പും. ഓക്കെ, അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ കൊമേഴ്സ് ഈസി ലേണിംഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളത് വിസിറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡ്യൂൾ 3, 4, 5 ആൻഡ് 6 എന്ന് പറയുന്ന HRMലെ 2 മാർക്സും 5 മാർക്സ് അതേപോലെ തന്നെ എസ്എ ടൈപ്പും ഏതൊക്കെയാണ് പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ചെറിയ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചിരുന്ന ടോപ്പിക്ക് തന്നെയാണ്, പക്ഷെ അത് ഇൻഡയറക്റ്റായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് ഇത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യേണ്ട. അതുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്സ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് ചോദിക്കും. HRD എന്നുള്ള രീതിയിൽ ചോദിക്കും. ദെൻ സെക്കൻഡ്, വാട്ട് ഈസ് എഡ്യൂക്കേഷൻ. ദെൻ വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ്. ദെൻ ഫോർത്ത് വൺ, വാട്ട് യു മീൻ ബൈ ട്രെയിനിങ്. ട്രെയിനിങ് എന്ന പോർഷൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആട്ടോ, കുറേ വട്ടം ചോദിച്ചിട്ടുള്ള ഒരു മേഖല തന്നെയാണ് ട്രെയിനിങ്. ദെൻ ഹൗ ടു മേക്ക് എ ട്രെയിനിങ് ഇഫക്റ്റീവ്. എങ്ങനെയാണ് ട്രെയിനിങ് ഒക്കെ നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. ദെൻ അതൊക്കെ നമ്മൾ 2 മാർക്സ് ബേസിൽ എഴുതിയ വെച്ചാൽ മതിയേ. Then next, sixth one, what are the barriers to effective training? The next question, what is the difference between induction and orientation? The next question, what is total quality management, TQM? Sure question ആണ് കേട്ടോ അതൊക്കെ. Then what is Kaizen? അത് നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റിലും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 18th, what is apprenticeship? 19th, what is performance appraisal? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ഈസ് ഹോൺ ഇഫക്റ്റ്. Then what is mentoring. Then 22, what do you mean by career planning. The next question, what is BARS, BARS. That is the behaviorally anchored rating scale ആണ് കേട്ടോ BARS. Then what are the objectives of performance appraisal, important question. Explain performance appraisal process. Then what is compensation. Then what are the different types of compensation. Then next, what is fringe benefit. The next question, what is code of discipline. Then next, what is grievance. Okay, ഇത്രയുമാണ് 2 മാർക്സ് ക്വസ്റ്റ്യനിലുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 5 മാർക്സ് ക്വസ്റ്റ്യൻ നോക്കാം. 31st question, objectives of MDP, Management Development Programs. Then 32, 32ാമത്തെ ചോദ്യം, difference between training and development. 33, explain the objectives of training. 34, what is career planning and its objectives. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ 5 മാർക്സ് ക്വസ്റ്റ്യൻ. ദെൻ 35, 35ാമത്തെ, explain the objectives of quality circle. Then what are the advantages of quality circle. Then 37th question, explain steps and training process. ഇത് ട്രെയിനിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ് കറക്റ്റായിട്ട് തന്നെ എഴുതണം കേട്ടോ, ഓർഡർ ആയിട്ട് തന്നെ എഴുതണേ. ദെൻ 38th വൺ, എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് TQM. TQM എന്നാൽ എന്ത് എന്നുള്ളത് 2 മാർക്സിന് ഇമ്പോർട്ടൻ്റ്, അതേപോലെ 5 മാർക്സിനും എസ്എ ടൈപ്പായിട്ടടക്കം നിങ്ങൾ പഠിച്ചു വെക്കുക. TQM ചോദിക്കാറുള്ളതാണ്. ദെൻ 39th, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ്. ദെൻ 40th 40ാമത്തെ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ്. ദെൻ 41ാമത്തത്, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആട്ടത്. ദെൻ 42, ഡിഫൈൻ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് കാറ്റഗറിസ്. 43, വാട്ട് ആർ ദ കാറ്റഗറിസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. 44, എക്സ്പ്ലെയിൻ എസെൻഷ്യൽ ഓഫ് ആൻ ഇഫക്റ്റീവ് പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം. ദെൻ 45, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ, അത് 44 അധികം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് വേണോ, ഇതിനിപ്പോൾ ചോദിക്കുമോ എന്നൊരു ഡൗട്ടൊക്കെ വരും. പക്ഷേ പറയാൻ പറ്റില്ല, യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ചോദിച്ചാൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻസ് കൂടി ഇട്ടത് കേട്ടോ. 44ാമത്തെയൊക്കെ ഇട്ടത്, എക്സ്പ്ലെയിൻ എസെൻഷ്യൽസ് ഓഫ് ആൻ ഇഫക്റ്റീവ് പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം.
Then next, what are the limitations of performance appraisal? പെർഫോമൻസ് അപ്രൈസലിൻ്റെ ടോപ്പിക് എന്തൊക്കെ വന്നു അതെല്ലാം പഠിച്ചിരിക്കണം, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ദെൻ 47 ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ കരിയർ പ്ലാനിംഗ് ആൻഡ് മാൻ പവർ പ്ലാനിംഗ്. 48 ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അതായത് MBO അത് 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് മീൻ ബൈ MBO എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 2 മാർക്സ് ആയാലും ഷോർട്ട് ആൻസറിൻ്റെ ആയാലും പഠിച്ചിരിക്കണേ. ദെൻ അടുത്തത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കരിയർ പ്ലാനിംഗ്. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. കണ്ടോ ഇവൻ പറഞ്ഞില്ലേ 4 മാർക്സിൻ്റെ ബേസിൽ എങ്ങനെ വേണമെങ്കിൽ അത് ചോദിച്ചേക്കാം. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് കേട്ടോ, അത് നന്നായി നോക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് MBO. പ്രോസസ്സൊക്കെ പറയുമ്പോൾ കറക്റ്റായിട്ട് ഓർഡറായിട്ട് തന്നെ എഴുതണേ. ദെൻ എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ദെൻ 53 എക്സ്പ്ലെയിൻ 360 ഡിഗ്രി പെർഫോമൻസ് അപ്രൈസൽ. ചോദിക്കാറുള്ള ചോദ്യം തന്നെ കേട്ടത്. ദെൻ എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ. ദെൻ 55 എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പൻസേഷൻ പ്ലാനിംഗ്. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് വേജസ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ. ദെൻ വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ സിസ്റ്റം. ദെൻ 58 എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം. Then 59 explain the theories of wages. Then 60 what are the factors affecting wage and salary administration. Next question explain the wage determination process. Then അടുത്തത് 62 explain the difference between time wage and a piece wage system. ചോദിക്കാറുള്ള ചോദ്യമാണ്. 63 explain the merits and demerits of time wage system. ചോദിക്കാറുള്ളതാണ്. ദെൻ 64 എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പീസ് വേജ് സിസ്റ്റം. അതും ചോദിക്കാറുണ്ട്. ദെൻ 65 വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻസെൻറ്റീവ് പ്ലാൻസ് ഗിവൻ ടു വർക്കേഴ്സ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ കോസസ് ഓഫ് ഗ്രീവൻസ്. ചോദിക്കാറുണ്ട് കേട്ടോ, പല റീസൺസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു കംപ്ലയിൻറ്റ് കിട്ടാനുള്ള റീസൺസ്, അതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ എസെൻഷ്യൽസ് ഓഫ് ഗുഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ. എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കംപ്ലയിൻറ്റ് കിട്ടിയാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ ചോദിക്കാറുള്ളതാണ്. ദെൻ എക്സ്പ്ലെയിൻ ദി ഇഫക്റ്റ് ഓഫ് ഗ്രീവൻസ്. ദെൻ 70 വാട്ട് പ്രിക്കോഷൻസ് വുഡ് യു സജസ്റ്റ് ടു ദ HR മാനേജർ ടു മേക്ക് ദ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രോസസ് മോർ ഇഫക്റ്റീവ്. ഇങ്ങനെ ജനറലായിട്ട് ചോദിക്കാറുണ്ടാവും. ചിലപ്പോൾ ഇത് നേരെ കറക്റ്റ് ഒരു എസ്സേ ടോപ്പിക്കായിട്ട് ചിലപ്പോൾ ചോദിക്കും. 7ാമത്തെ ചോദ്യം നമ്മളൊരു HR മാനേജറുടെ ഒരു സജഷൻ നമ്മൾ നൽകുകയാണ്. ഒരു കംപ്ലയിൻറ്റ് കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് അത് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ഒരു ഒപ്പീനിയൻ ചോദിക്കുന്ന രീതിയിലേക്ക്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പോലെയാണ്. ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ നിന്ന് ഇത്തിരി ഒരു വ്യത്യാസം, നമ്മുടെ ഒരു ഒപ്പീനിയൻ ചോദിക്കുന്ന പോലെ, ഒരു സജഷൻ ചോദിക്കുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നമ്മുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ അതൊക്കെ. അടുത്ത ചോദ്യം വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ. ദ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്. ദ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഹിബിറ്റിംഗ് കളക്റ്റീവ് ബാർഗെയിനിങ് ഇൻ ഇന്ത്യ. Then 74 explain the procedure for taking disciplinary action. Then 75 explain the grievance management in Indian industry. 76 explain the factors responsible for indiscipline. ഏതൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് റെസ്പോൺസിബിൾ ഫോർ ഇൻഡിസിപ്ലിൻ. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ മേക്ക് ഗിർഗസ് ഹോട്ട് സ്റ്റൗ റൂൾ. അത് ഈ റീസെൻ്റായിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് 5 മാർക്സ് ബേസിൽ തന്നെയാണ് വരാറുള്ളത് കേട്ടോ, ചോദിക്കാറുള്ളതാണ്, നോക്കി വെക്കണം അത്. ദെൻ എക്സ്പ്ലെയിൻ ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ. ദെൻ നെക്സ്റ്റ് 79th എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് HR മാനേജർ ഇൻ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ. ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ കോഡ് ഓഫ് ഡിസിപ്ലിൻ ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ആബ്സെൻറ്റിസം, എക്സ്പ്ലെയിൻ ഇറ്റ് കോസസ്. ആബ്സെൻറ്റിസം എന്നാൽ എന്ത്, അത് റീസൺ, ആബ്സെൻറ്റിസം ആവാനുള്ള റീസൺസ്. 1 ടൈമൊക്കെ വായിച്ചാൽ മതി, അത്രത്തോളം ഈസിയാണ് നമ്മൾ ആ പറയുന്നതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് എസ്സേ ടൈപ്പ് വാട്ട് ഈസ് ഇൻസെൻറ്റീവ്സ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്പ്. ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ ഫ്രിഞ്ച് ബെനിഫിറ്റ്. ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ് ഷോർട്ട് ആൻസറിലും ചോദിക്കാറുള്ളതാണ് കേട്ടോ അത്. ദെൻ 84 എക്സ്പ്ലെയിൻ ദ വേരിയസ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്.
ഇതിലത്തെ ഓരോ മെത്തേഡും ഇമ്പോർട്ടൻ്റാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്സിനും 5 മാർക്സിനും ചോദിക്കാറുണ്ട്, ഇതിലത്തെ വേരിയസ് മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്സ്. അപ്പോൾ അതുകൊണ്ട് ആ ടെക്നിക്സ് വ്യക്തമായും പഠിക്കണം കേട്ടോ. ഇനി എസ് എ ടൈപ്പാണ് ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അകത്തുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ്സോ അല്ലെങ്കിൽ ടെക്നിക്സോ ഷോർട്ട് ആൻസർ ചോദിക്കില്ല എന്നല്ല, അതും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം പഠിച്ചിരിക്കണം അതിലത്തെ ടെക്നിക്സ് ആയാലും കേട്ടോ. Then explain the methods of management development or managerial development. ഏതൊക്കെ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഈ മെത്തേഡ്സ് ടൈപ്സ് എന്നൊക്കെ പറയില്ലേ, അതിലത്തെ ഓരോന്നും വ്യക്തമായും പഠിക്കണം. കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്സിനും അതേപോലെ തന്നെ 5 മാർക്സിനും ചോദിച്ചേക്കാം. Then explain various methods of training employees in an organization. ട്രെയിനിങ് എംപ്ലോയീസ് നമുക്കറിയാം ഏതൊക്കെ മെത്തേഡ്സ് ആണെന്നല്ലേ. അപ്പോൾ ആ മെത്തേഡ്സ് അടക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പഠിക്കണം. ഓരോ മെത്തേഡും സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ടൈപ്സ്, മെത്തേഡ്സ്, ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ മോഡ്യൂൾ 1 to മോഡ്യൂൾ 6 എന്ന് പറയുന്നതോടെ നമ്മൾ കുറച്ച് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് ഈ പറഞ്ഞ 2 മാർക്സ് 5 മാർക്സ് അതേപോലെ തന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാ മോഡ്യൂളിൻ്റെയും കവർ ചെയ്ത് കഴിഞ്ഞു. യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ അതേപോലെ തന്നെ 3rd സെമ്മിൻ്റെ ബിസിനസ് റെഗുലേഷൻ ഇല്ലേ, അതും ഈ പറയുന്ന എല്ലാ മോഡ്യൂളും കവർ ചെയ്തിട്ട് 2 മാർക്സും 5 മാർക്സ് അതേപോലെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള സബ്ജക്റ്റും കൂടിയാണ്, അത് നമ്മുടെ എക്സാമിന് മുന്നേ വേഗം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. സീ ദ നെക്സ്റ്റ് ക്ലാസ്.